everyone. Hello. Welcome to our YouTube channel. എവിടെ പോവാ? ബീച്ച്. Thursday beach. ഇന്ന് തേഴ്സ്ഡേ ആണ്. ഈവനിങ് ഇപ്പോൾ ടൈം ഈസ് അറൗണ്ട് 7. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഞങ്ങൾ പുറത്ത് പോകാൻ ഇറങ്ങാണ്. എങ്ങോട്ടാണ് പോകുന്നത് കറക്റ്റ് ഒരു ഇതൊന്നും ആയിട്ടില്ല. ബീച്ചിൽ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ചെയറൊക്കെ എടുത്ത് നമ്മൾ പതുക്കെ പോവാണ്. ടവലെടുത്തോ? ഓക്കെ, നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പാകത്തിന് വേറൊരു ദിവസം പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡ് ഡിന്നറിന് എന്തെങ്കിലും മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നാ മേടിക്കുന്നത്? റോളോ സാൻഡ്വിച്ചോ? ഇതോ നമ്മുടെ ആള് ക്യൂവിൽ നിൽക്കുന്നു. ക്യൂവിലല്ല, എനിക്ക് തോന്നണേ ഓർഡർ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. യെസ് യെസ്. ഹായ് ഹായ്. So we bought എന്താ മേടിച്ചത്? super chicken dinner meal. ഡിന്നർ മീലാ? Normal chicken sandwich, 2 piece. പിന്നെ And പിന്നെ Mirinda citrus, Mirinda orange. ഓക്കെ. Okay, so let's go. നമ്മളിപ്പോൾ കുറേ ആയല്ലേ കോട്ടയിൽ വന്ന് കഴിച്ചിട്ട്? I think maybe last November. We will go to where? Beach. എത്ര സമയം എടുക്കും ഇവിടെ നിന്ന്? Maybe 30 minutes. ഓ, 30 മിനിറ്റ്സ് എടുക്കുമോ? ഇപ്പോൾ ഓൾറെഡി 8 ഒക്കെ ആയി അല്ലേ? ഓക്കെ, നമ്മൾ മുന്നേ പോയിട്ടുള്ള ബീച്ച് തന്നെയാണോ പോണേ? ബീച്ചാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ ഏതെങ്കിലും പാട്ടായിരിക്കും നമ്മൾ മുന്നേ പോയിട്ടുള്ളത്. ഈ ബീച്ച് ഇത് ആക്ച്വലി സ്ഥലം എവിടെയത്? ഇത് ഹാഫ് മൂൺ ബീച്ച്. ഹാഫ് മൂൺ അതിൻ്റെ ഹാഫ് മൂൺ ബീച്ചിന്റെ കുറേ എണ്ണം ഇല്ലേ? ആ, അതിൽ ഒരെണ്ണം രണ്ടെണ്ണത്തെ നമ്മൾ പോയിട്ടുണ്ട്. അംബാജ് ബീച്ചിൽ പോയിട്ടുണ്ട്, മഹറിൽ പോയിട്ടുണ്ട്, രണ്ടിടത്ത് പോയി തോന്നുന്നു. 2 ബീച്ചിൽ നമ്മൾ പോയിട്ടുണ്ട്. ആ ബീച്ചിലേക്ക് കുറേ എൻട്രീസ് ഉണ്ട് തോന്നുന്നു. ഒത്തിരി എൻട്രീസ് ഉണ്ട്. ഗുഡ് പ്ലേസ്. ആക്ച്വലി ബീച്ചിൽ ഇറങ്ങാനും പറ്റും. ഇവിടെ എല്ലാ ബീച്ചിലും ഇറങ്ങാൻ പറ്റില്ലല്ലോ. നൈറ്റ് ആയി കഴിഞ്ഞാൽ അംബാജ് ബീച്ചിലൊക്കെ ആൾക്കാരെ പബ്ലിക് ബീച്ചിൽ ഇഷ്ടംപോലെ ഫാമിലീസ്. മഹറിൽ പക്ഷെ കുഴപ്പമില്ല. മഹറിൽ നമുക്ക് ഇറങ്ങാം, രാത്രി ചുമ്മാ ജസ്റ്റ് ഫ്ലോട്ടിങ്. നമ്മൾ ഒരു തവണ പോയിട്ട് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയി ഞങ്ങൾ കുറച്ച് നേരം അല്ലേ വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഇപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് മോസ്റ്റ്ലി വെള്ളത്തിന് തണുപ്പൊക്കെ ആയിരിക്കും അല്ലേ? ചൂട് വെള്ളമായിരിക്കില്ല. അപ്പം നല്ലതായിരിക്കും. ക്ലൈമറ്റ് കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് കുഴപ്പമില്ലാത്തതായിരിക്കും ഒത്തിരി. പക്ഷേ ഈവനിങ് ടൈമല്ല, ഡേയിലൊക്കെ അത്യാവശ്യം ചൂടുണ്ടായിരുന്ന കാരണം പറയാൻ പറ്റത്തില്ല. ഒരു നോർമൽ ഫിനോമിന ആണല്ലോ ഹീറ്റ് ഇവാപറേറ്റിംഗ് ആണ്. ചൂടാവും ചിലപ്പോൾ ഒരു സീസൺ വെള്ളത്തിൽ ഇറക്കത്തില്ല. മേ ബി ഒന്നൊരു നീ ലെങ്ത് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് പോകണം. ഇപ്പൊ പ്രത്യേകിച്ച് ആക്ച്വലി നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിയപ്പോൾ നമ്മൾ ഡേ പോയിട്ട് കാണുമായിരിക്കും പിന്നെയും ബെറ്റർ കിട്ടുന്ന ഒരു തോന്നൽ സുഖമായി. അത് കാരണം പ്ലാൻ പോസ്റ്റ്പോൺ ചെയ്ത്. ആക്ച്വലി ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ലേറ്റ് ആയി. പിന്നെ അധികം നമുക്ക് അതുകൊണ്ട് തേഴ്സ്ഡേസ് ഇങ്ങനെ ഒത്തിരി നേരത്തെ പോകാൻ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ബീച്ചിൽ പോകുമ്പോൾ ഒരു 3 ഒക്കെ ആകുമ്പം ചെല്ലുന്ന പോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൺസെറ്റ് ഒക്കെ കണ്ട് ഡേ ലൈറ്റിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ പതുക്കെ നൈറ്റിൽ ബാക്കി കണ്ട് അങ്ങനെ
അതാണ് നല്ല. ബട്ട് ഇന്നിപ്പോൾ തേഴ്സ്ഡേ, ഈ വീക്ക് ഭയങ്കര ബിസി ആയിരുന്നു. ലേറ്റ് ആയിട്ട് ഡ്യൂട്ടിയും ഓവർ ടൈമും എല്ലാം ഒക്കെ ആയിട്ട് നല്ല കുറച്ച് തിരക്കുള്ള വീക്കായിരുന്നു ഇത്. സോ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ട്രെസ് റിലീഫ് തേഴ്സ്ഡേ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ഫ്രഷ് എയർ ഒക്കെ എടുത്ത് പ്ലാനിൽ ഇറങ്ങിയത്. ആക്ച്വലി അടുത്തെവിടെങ്കിലും നോർമലി നമ്മൾ അടുത്തെവിടെങ്കിലും മാളുകളിലോ അല്ലെങ്കിൽ ടൈം പാസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ഏതെങ്കിലും ഇത് വേറെ കൂഫ ഇതാ കുഫായിട്ട് അപ്പൊ നമ്മൾ അതിലൂടെ വന്ന ഓക്കെ നമ്മൾ അതിലൂടെ കറങ്ങി വന്നതാണ്. നമ്മളിപ്പോൾ ഫുഡ് മേടിച്ച സെയിം കൂഫ. ഞാൻ ഈ വീഡിയോ ഇത് ശ്രദ്ധിച്ചതുകൊണ്ട് ആക്ച്വലി നമ്മൾ ഏത് റൂട്ടിലാണ് പോയതെന്നും എങ്ങോട്ടാണ് വന്നതെന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് കൂഫ കണ്ടപ്പോൾ ഞാനിത് വേറെ കൂഫ എന്ന് വിചാരിച്ചു. കൂഫ ആക്ച്വലി സൗദിയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ KFC ഒക്കെ പോലെ അല്ലേ? വെരി സിമിലർ. അല്ല, നമ്മുടെ KFC എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ KFC. ഇപ്പൊ KFCയിലും താല്പര്യമില്ല. KFCനെക്കാളും ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റിലും അതേ കണ്ടന്റും കുറച്ചും കൂടി സസ്റ്റയായിട്ട്, മീൻസ് കുറച്ചും കൂടി ചീപ്പറായിട്ട് സെയിം എമൗണ്ട് അല്ലെങ്കിൽ ബിഗർ പീസസ് കിട്ടുന്ന ഷോപ്സ് ഉണ്ട്, നല്ലപോലെ പ്രോസ്റ്റ് കിട്ടുന്നത്. സോ നമ്മൾ നോർമലി ഇപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കൂഫേന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. ബട്ട് കുഴപ്പമില്ല, നല്ലതാ. ഞാൻ എനിക്ക് കൂടുതലും കുഫയിലെ ബ്രോസ്റ്റാണ് കഴിക്കാൻ ഇഷ്ടം. അതുപോലെ തന്നെ വേറെ ഷോപ്സ് ഉണ്ട് നമ്മുടെ ഇവിടെ. ഇപ്പൊ കുറേ ആയി ഞങ്ങൾ കൂഫയിൽ വന്നിട്ട്. വൺസിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരുന്നേ. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഓൺ വേ ആണ് ബീച്ച്. എത്താനായോ? ഇറങ്ങിയത് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കേ, ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ എത്തി അല്ലേ? ലെഫ്റ്റിൽ കാണുന്നല്ലേ ബീച്ചിന്റെ ഏരിയാസ്. ഓക്കെ, കാണുന്നതാണ് ബീച്ച്. നമുക്ക് ഇങ്ങനെ പോയി തിരിച്ചു വരണം. ഓ മൈ ഗോഡ്, എന്താ കാറ്റ്! ഇതിപ്പോ ഏത് ബീച്ചിന്റെ അങ്ങോട്ടാ നമ്മൾ ചെല്ലുക? അംബാജിലേക്കാ? അത്യാവശ്യം ആളുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പരിപാടി ചെരുപ്പ് മാറ്റൽ. ചെയർ എടുക്കുന്നില്ലേ? ഇവിടെ ഇപ്പം ആളും ബഹളവും ഒന്നുമില്ല കേട്ടോ. ഭയങ്കര ശാന്തസുന്ദരമായ സ്ഥലം. ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഒത്തിരി പേര് ഗ്രില്ലൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് കുക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈ ഹട്ട്സ് ഉണ്ട് ഇഷ്ടംപോലെ. അല്ല, ഇതിനെന്താ പറയുക, ഇങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട്. അതിനകത്തൊക്കെ ആളുകളുണ്ടാവും, ഫുഡ് കഴിക്കുന്നുണ്ടാവും. ഇവിടെ വരെ വെള്ളമുണ്ട്. ബട്ട് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ 3 ബീച്ചിൽ പോയതും ലുക്ക് വൈസ് എല്ലാം സെയിം അല്ലേ? ഇതേ സെയിം സ്ട്രക്ചറിലുള്ള ബിൽഡിങ്സ്, ഇതേപോലെ തന്നെ പാർക്കിങ്.
ഓൾമോസ്റ്റ് സെയിം. പക്ഷേ ആ ബീച്ച് ഇത്രയും അടുത്ത വെള്ളമല്ല അല്ലേ, കുറച്ചും കൂടെ അകത്തേക്ക് വെള്ളമുള്ളൂ. നല്ല സൂപ്പറായിട്ടുള്ള ചന്ദ്രൻ. അപ്പം നമുക്ക് ഫസ്റ്റ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചിക്കൻ ഡിന്നർ തണുത്ത് പോയല്ലേ, ഇറ്റ്സ് ഓക്കെ. ബീച്ചിലാണ്. ഇവിടെ ഏതാ ബീച്ച്? സദാഫ് ബീച്ച്. ഹാഫ് മൂൺ ബേയിലെ സദാഫ് ബീച്ചാണ് സംശയം. സോ ഫുഡ് കഴിച്ചു, നല്ല വിശപ്പായിരുന്നു. ഒന്നപാടെ ഫുഡൊക്കെ കഴിച്ചു. ചിക്കനാണ് അപ്പോൾ 2 പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇതും ചിക്കൻ ഡിന്നർ മീൽ സൂപ്പർ അടിപൊളിയാണ്. വിശപ്പൊക്കെ മാറി. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഒന്നും തീരെ തിരക്കില്ല, ഒട്ടും തിരക്കില്ല എന്ന് പറയാം. ആ ഒരു വളരെ മിനിമൽ ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും വന്നിട്ട് പോയതാണോന്ന് അറിയില്ല. ഇത് ലേറ്റ്, ഇപ്പോൾ 9 മണിയൊക്കെ ആയി. കുറേ പേർക്ക് ചിലപ്പോൾ വന്ന് പോയിട്ടുണ്ടാവും. 9 അതുകൊണ്ടാണോന്ന് അറിയില്ല. പിന്നെ ചിലപ്പോൾ 9 സോ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്താ പറയുക, ആൾക്കാർ പോയതായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. വെരി കാം ബീച്ച്. പക്ഷേ ഈ ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ജെല്ലി ഫിഷാണ് ഫുള്ള്. ഷോറിൽ തീരത്ത് ഫുൾ ജെല്ലി ഫിഷാണ്. ഇപ്പോൾ കുറച്ച് ചൈനീസ് നാഷണൽസ് വന്ന് നോക്കിയാൽ ലൈറ്റൊക്കെ അടിച്ച് നോക്കി ജെല്ലി ഫിഷ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അന്നേരം നോക്കാൻ പറ്റില്ല. ബട്ട് ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടാകും. ജസ്റ്റ് കാം ആൻഡ് പീസ്ഫുൾ ഈവനിങ്. വെരി നൈസ്. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്. എന്നാൽ ഭയങ്കര നമുക്ക് ഡിസ്കംഫർട്ട് മുടിയൊന്നും പറക്കുന്ന പോലത്തെ കാറ്റില്ല. വെരി നൈസ്. നല്ല കാറ്റ്. കുഴപ്പമില്ല. കുറച്ച് വെളിച്ചം കുറവായിരിക്കും ഇവിടെ. നമുക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ വെളിച്ചമുണ്ട്, പക്ഷേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കുറച്ച് വെളിച്ചം കുറവുണ്ട്. നല്ല ക്ലൈമറ്റ്, കുറേ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല. ചൂടായിട്ടില്ല, വെള്ളം ചെറിയൊരു ഞാൻ ആദ്യമായിട്ട് കാണേ ഇത്. കയ്യിലെടുക്കുമോ? എങ്ങനെയുണ്ട് ബീച്ച്? ബീച്ച് അടിപൊളി. ആളില്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട്. ആളും ബഹളമൊന്നുമില്ല. കാം ആൻഡ് ക്വയറ്റ്. നല്ല തണുത്ത കാറ്റുണ്ട്. എനിക്കിഷ്ടമായി. ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ആദ്യമായിട്ടാണ് ജെല്ലി ഫിഷിനെ കാണുന്നത്. പിന്നെന്താ, നല്ല കാറ്റ്, നല്ല സുഖം. വെറുതെ മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം. ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ നമുക്ക് വേറെ ആരെങ്കിലും കൂടെയൊക്കെ വരുന്നെങ്കിൽ. കമ്പനി ഇല്ലാതെ കമ്പനി ഇല്ലാതെ നെക്സ്റ്റ് ടൈം നമുക്ക് ആരെങ്കിലൊക്കെ നമ്മുടെ കമ്പനിയൊക്കെ കൂട്ടി വരണ്ടേ. ബട്ട് തന്നെയാണേലും വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. സോ യു ആർ എൻജോയിങ്? കുറേ നാളുകൂടി നമ്മൾ പുറത്തിറങ്ങണേ. സോ യാ ഗുഡ്. പിന്നെ പിള്ളേരൊക്കെ അവിടെ സൈക്കിളൊക്കെ ഓടിച്ച് നടക്കുന്നുണ്ട്. ഫാമിലീസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഇല്ലാതൊന്നുമില്ല. അവിടെ DJ ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നിരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഒത്തിരി ആൾക്കാരില്ല, ആളുണ്ട് ആക്ച്വലി. ബട്ട് നമ്മൾ കമ്പയർഡ് ടു ലാസ്റ്റ് ടൈം അത്ര റഷ് ഇല്ലാന്നേ ഉള്ളൂ. അവിടെയൊക്കെ ആ ബിൽഡിങ്ങിനുള്ളിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പിള്ളേരൊക്കെ കണ്ടു, 2-3 പിള്ളേർ സൈക്കിൾ ഓടിച്ച് നടക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ബീച്ചിൽ നിന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ബീച്ചിലേക്ക് പോവാണ്. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന കുറച്ചപ്പുറത്തേക്ക് മാറി നോക്കാം. ഇവിടെ ഈ ഹാഫ് മൂൺ ബീച്ചിൻ്റെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനുള്ള. നമുക്ക് ഇവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി നോക്കാം എങ്ങനെയുണ്ട്. നമുക്ക് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോകട്ടോ.
ഈ ചെയർ നമ്മൾ ബീച്ചിൽ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മേടിച്ചതാട്ടോ. ഇതെവിടുന്നായിരുന്നു നമ്മൾ ഈ ചെയർ മേടിച്ചത്? ഫാമിലി ഇല്ലേ, ഫാമിലിയിൽ നിന്നാണ്, ഫാമിലി ഡിസ്കൗണ്ട് അവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് ടൈം വന്ന ബീച്ച് ഇതാണ്. അതെന്താ അവിടെ ഒരു ടവർ കാണുന്നത്? ഇവിടെയൊക്കെ മുന്നേ സ്വിം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു, പക്ഷെ ഇപ്പം ഇവിടെ ഒന്നും സ്വിം ചെയ്യാൻ പറ്റില്ല. റൂൾസൊക്കെ മാറ്റിയെന്ന് തോന്നുന്നു. വെള്ളത്തിലിറങ്ങിയത് അതിവിടെയായിരുന്നു. നമ്മളിപ്പോൾ അതിനടുത്ത് തന്നെയുള്ള അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വേറൊരു ബീച്ച് വന്നേക്കാണ്. നമുക്ക് ആ സൈഡിലേക്ക് നടക്കാം. എന്താ നോക്കണേ, കുട്ടിക്കളി മാറാത്ത റോസക്കുട്ടി. കുഴപ്പമില്ല, അടിക്കാം. ഞാനും കരുതി ഞാനും ഊഞ്ഞാലാടാന്ന് കരുതി. ഇതാണ് ബനാന ബീച്ച്. സാധാരണ നല്ല റഷാണ്, ഇന്നിപ്പോൾ വലിയ തിരക്ക് കാണുന്നില്ല അല്ലേ. അപ്പോൾ ഞങ്ങൾ ബീച്ചിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. 10 കഴിഞ്ഞിട്ടോ. ബീച്ച് ആക്ച്വലി ഐ തിങ്ക് നമ്മൾ ഒരുവിധം എല്ലാ ബീച്ചിലും പോയില്ലേ? ഈ സൈഡിൽ, ആ സൈഡ് തൊട്ട് അപ്പുറത്തെ സൈഡ് വരെയുള്ള എല്ലാ ബീച്ചിൽ കൂടെയും കയറി ഇറങ്ങി. ഓൾമോസ്റ്റ് എല്ലാ ബീച്ചിലും തന്നെ സ്വിമ്മിങ് റെസ്ട്രിക്റ്റഡ് ആണ്. ഒരു ബീച്ച് മാത്രം ലാസ്റ്റ് ഒരു ഡെസിഗ്നേറ്റഡ് ബീച്ചുണ്ട് സ്വിമ്മിങ്. അവിടെ മാത്രമാണ് സ്വിമ്മിങ് അലൗഡ് ഉള്ളത്. ബാക്കി എല്ലായിടത്തും മുമ്പുണ്ടായിരുന്ന സ്വിമ്മിങ് അലൗഡ് ആയിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ സ്വിമ്മിങ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺസോ എന്തെങ്കിലും കാണും. അപ്പോൾ ബീച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു, ഡിന്നർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ കുറച്ച് കുട്ടി കുട്ടി പ്ലാൻസ് ഒക്കെ പുറത്തൊക്കെ പോകണമെന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പോൾ പോകാനൊരു പ്ലാൻ ഉണ്ട്. സക്സസ്ഫുൾ നാളെ നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്ത് പോകാൻ പറ്റുവാണെങ്കിൽ അടുത്ത വീഡിയോ ഒക്കെ എടുത്ത് പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. വീടെത്താറായിട്ടില്ല, ഓൺ വേ. ഇനിയുണ്ട്, വീട്ടിലോട്ടൊരു 30 minutes ഉണ്ട്. അറൗണ്ട് 45 kilometers 50 kilometers അവേ ആണ്. തിരിച്ച് വന്നുകൊണ്ടിരിക്കും. 30 minutes എടുക്കും തിരിച്ചെത്താനായിട്ട്. ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം. സോ എവരിവൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Okay, good night. Thank you for watching. See you in another video. Bye. Bye. Bye.